രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കളിച്ചത് വി ഡി സതീശനാണെന്ന് കേരളത്തിലെ ഓരോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന കേസാണ്. അപ്പോൾ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം മാതൃഭൂമിക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂ എല്ലാവരും കണ്ടു കാണും. അപ്പം അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടം ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ ചാനലും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വി ഡി സതീശനാണ് രാഹുലിനെ പുറത്താക്കാൻ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് കളിച്ച വ്യക്തിയെന്ന് കേരളത്തിലെ ഓരോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാൻ സതീശ. ഇനി ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും വി ഡി സതീശനാണ് ഇതിൻ്റെ പുറകിൽ കളിച്ചത്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പം രാഹുലിൻ്റെ പേരും പറഞ്ഞിട്ട് ചങ്ക് പൊട്ടിയാണ് ഞാൻ ആ തീരുമാനമെടുത്തത്. ഇത്രയും നാളൊന്നും നമ്മൾ ഈ ചങ്ക് പൊട്ടുന്ന തീരുമാനങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. ഇപ്പം ചങ്ക് പൊട്ടിയാണ് ഞാൻ തീരുമാനമെടുത്തത്. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ ആരും എടുക്കാത്തൊരു തീരുമാനമാണ്. ചങ്ക് പറിച്ചാണ് ഞാൻ ആ ഒരു തീരുമാനമെടുത്തതെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരും പറഞ്ഞ് സിമ്പതി പറ്റി വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ് സതീശ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. നിങ്ങളെ വെളുപ്പിക്കാനെ കൊണ്ട് കുറേ ടീമുകളുമുണ്ട്. അത് വേറെ കാര്യം. സതീശൻ നന്മമരമാണ്, സതീശന് രാഹുൽ മാങ്കൂട്ടൻ എന്ന് പറഞ്ഞാൽ ജീവന് തുല്യമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വെളുപ്പിക്കുന്ന കുറേ ടീമുകളുമുണ്ട്. അപ്പം എനിക്ക് തോന്നിയത്, ഞാൻ ആരെയും വെളുപ്പിക്കുമല്ല കറുപ്പിക്കുമല്ലോ, പക്ഷേ എനിക്ക് തോന്നി വി ഡി സതീശൻ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ കളിച്ചേക്കുന്നത്. അങ്ങനെ അഭിപ്രായമുള്ള ആളുകൾ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് കൊണ്ടൊന്ന് ചെയ്തേക്കണേ. വി ഡി സതീശൻ്റെ പച്ച നുണകൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. മാതൃഭൂമി ന്യൂസിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഇതുപോലെ നാറ്റിക്കുന്ന ഒരു വ്യക്തി വേറെ ആരുമില്ല. വായെടുത്തു കഴിഞ്ഞാലും നുണയെ പറയൂ. പച്ച കള്ളങ്ങൾ വന്ന് പറഞ്ഞു ഈ ഒരു പ്രസ്ഥാനത്തിനെ തന്നെ നാറ്റിച്ചു വെച്ചേക്കുവാണ് വി ഡി സതീശൻ. ഇല്ലേ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇവിടെ വയനാട്ടിൽ വീട് വെച്ച് കൊടുത്തു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ പോയി നോക്കാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നമ്മളവിടെ വീടും എല്ലാം പൂർത്തീകരിച്ച് വെച്ചേക്കുവാന്ന് പറഞ്ഞു. അവസാനം മാധ്യമങ്ങളെല്ലാം കൂടെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താണ്, അവിടെ വീട് പോയിട്ട് ആട് പോയിട്ട് കൂടെ പോലും ഇല്ല. അതാ പറഞ്ഞ പറയുന്നത് മൊത്തവും പച്ച നുണകളാണ്. ഈ ഒരു കേരള കോൺഗ്രസിനെ നാണം കെടുത്തി, ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ നാണം കെടുത്തി വെച്ചേക്കുവാണ് ഈ വി ഡി സതീശൻ. അതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലും. എന്തായാലും വി ഡി സതീശൻ മാതൃഭൂമിക്ക് കൊടുത്ത ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം. നരേന്ദ്രമോദി ഇന്നലെ പാലക്കാട് തൃശ്ശൂർ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പരാമർശിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഈ കേസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ യൂത്തിനെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ആളാണ് താങ്കൾ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആൾക്കാരെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒരു അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു സെക്കൻഡ് റോയെ, ഒരു തേർഡ് റോയെ വളർത്തിയെടുക്കാൻ വലിയ പങ്ക് കഴിഞ്ഞ് 5 വർഷം വഹിച്ചിട്ടുണ്ട്. അവരെല്ലാം ഭയങ്കര പൊട്ടൻഷ്യലുള്ള ആളുകളാണ്, മിടുക്കരായിട്ടുള്ള ആളുകളാണ്, സംശയമൊന്നുമില്ല. അവർ നല്ല കഴിവുകൾ. കാര്യം ഞാൻ പറയാറുണ്ടല്ലോ, എന്നെയും ബൈപ്പാസ് ചെയ്ത് പോകുമായിരുന്നു വലിയ കാലമില്ലാതെ. അത്രയും മിടുക്കരായിട്ടുള്ള ആളല്ല, നല്ലൊരു ടീമാണുള്ളത്. അതിലൊരാൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നപ്പോൾ ഞങ്ങളത് ഗൗരവതരമായി ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾ ടീമായി എടുത്ത തീരുമാനം എല്ലാവരും അത് പറയണം. ഞാൻ അവസാനം എൻ്റെ തലയിൽ മാത്രമായി. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ പ്രയാസത്തോടു കൂടി എടുത്ത തീരുമാനമാണ്. അവിടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരിൽ ഒരാളാണ്, എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അയാൾ ആ തീരുമാനം എടുക്കേണ്ടി വന്നു. രാഷ്ട്രീയത്തിൽ അപ്രിയങ്ങളായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. അവിടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരിൽ ഒരാളാണ്, എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അയാൾ ആ തീരുമാനം എടുക്കേണ്ടി വന്നു. രാഷ്ട്രീയത്തിൽ അപ്രിയങ്ങളായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. തീരുമാനം എടുത്തു ഇല്ലേ, ആ തീരുമാനം എടുത്തു, അതിൽ ഉറച്ചു നിന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര അറ്റാക്ക് എനിക്കെതിരായിട്ടുണ്ടായി. ഞാൻ ഈ തീരുമാനം എടുത്തതിന് സാധാരണ എങ്ങനെ നിങ്ങളൊന്ന് ആലോചിക്കുക, കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി. ഈ സോഷ്യൽ മീഡിയ എങ്ങോട്ടാണ് പോകുന്നത്? സോഷ്യൽ മീഡിയ എന്താ ചെയ്യുന്നത്? ഈ തീരുമാനമെടുത്ത ചങ്ക് പൊട്ടിയെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിന് നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കുക സതീശ. നിങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള നിങ്ങൾ ആദ്യം ഒരു തീരുമാനം ഉണ്ടാക്കുക. കാരണം കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് പെരുന്നാളിൻ്റെ പാലക്കാട് പോയിട്ട് വന്ന വഴിക്ക് റാന്നിയിൽ വെച്ചിട്ട് പഴകുളം മധുവിൻ്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു രാഹുൽ വരുന്ന വഴിക്ക് പഴകുളം മധുവിൻ്റെ റോഡ് ഷോയിൽ രാഹുൽ പങ്കെടുക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയൊക്കെ നമ്മൾ കണ്ടതാണ്, വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പഴകുളം മധു പറഞ്ഞെന്താണ്, ഞാനാണ് രാഹുലിനെ കൈ പിടിച്ച് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അപ്പം ഈ പ്രസ്ഥാനത്തിലുള്ള പല ആളുകളും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ ഞാനാണ് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നതെന്നുള്ള ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇന്ന് അങ്ങനെയൊന്നുമല്ല. പുള്ളി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഈ രാഹുൽ മാങ്കൂട്ടം. ഇവരെല്ലാം ആ വ്യക്തിയുടെ ക്രെഡിറ്റ് എടുക്കാനാണ് നോക്കുന്നത്. അയാൾക്ക് ഇതുപോലെ നിങ്ങൾ ആരെയും കൈ പിടിച്ചും കാല് പിടിച്ചും കയറി വരേണ്ട ആവശ്യമില്ല. നട്ടലുള്ളൊരു നേതാവാണ്, നട്ടലുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഈ പറഞ്ഞിട്ടുള്ള, ഒരു കോൺഗ്രസ്സുകാരനാണ് ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം. അയാൾ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലും അയാൾ വെളിയിരുന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെതിരെ സംസാരിക്കുന്നവരുടെ വായടപ്പിക്കുന്നത്
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനു പറയുന്നത്, കഴിഞ്ഞ ദിവസം മോദിയുടെ വരെ വാ അടപ്പിച്ചു വിട്ടുകയാണ്. നിങ്ങളൊക്കെ എന്നിട്ട് എന്ത് പ്രതികരിച്ച് ഇവിടെ വന്നിരുന്നിട്ട് വല്ല ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്ത് പ്രതികരിക്കാതല്ല, നട്ടലോടുകൂടി നിങ്ങളെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് അത് പങ്കുവെച്ച് അത് പ്രതികരിച്ചാൽ എന്താണ്? അതൊന്നും നിങ്ങൾ ചെയ്യത്തില്ല. നിങ്ങളൊക്കെ മുട്ടിടിക്കും. പക്ഷേ രാഹുലിന് മുട്ടിടിക്കത്തില്ല. അതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇനി എല്ലാം ക്രെഡിറ്റ് അങ്ങ് എടുത്താൽ മതി. ഞാനാണ് രാഹുലിനെ കൈ പിടിച്ച് കൊണ്ടുവന്നത്. ഇപ്പം തന്നെ വി ഡി സതീശൻ പറഞ്ഞല്ലോ, സെക്കൻഡ് ജനറേഷനെ കൊണ്ടുവന്നു. എവിടെ ഏത് ആകെ ഉണ്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ശ്രീനാദേവി കുഞ്ഞമ്മയും ഇവരും 2-3 പേര് വനിതകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശ്രീനാദേവി കുഞ്ഞമ്മ. പിന്നെ ആരുണ്ട്? പിന്നെ ബാക്കിയുള്ള കുറേ പല്ല് വിളിച്ചിരിക്കുന്ന കുറേ കാട്ടുകിഴവന്മാരുണ്ട് അല്ലേ? ഇവരെയൊക്കെ ആദ്യം ഇതിൽ നിന്ന് അടിച്ചിറക്കി വേണ്ട സമയം കഴിഞ്ഞ് വളർന്നു വരുന്ന യുവ നേതാക്കളെ എല്ലാം ഇതുപോലുള്ള കേസുകൾ, പെണ്ണ് കേസുകൾ കൊണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ തന്നെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കയറി വന്നു കഴിഞ്ഞാൽ എൻ്റെ കസേരയ്ക്ക് ഭീഷണിയാണെന്നുള്ളൊരു ധാരണയിൽ ഇവർ തന്നെയാണ് അവരെ മനഃപൂർവ്വം കൊടുക്കുന്നത്. അല്ലാതെ അതിനകത്ത് യാതൊരു സംശയമില്ല. ഇവർ തന്നെയാണ്, വി ഡി സതീശൻ തന്നെയാണ് രാഹുലിനെ എടുത്ത് വെളിയിൽ കളഞ്ഞത്. എന്നിട്ട് വി ഡി സതീശൻ എന്താണ് ഇതിനകത്ത് പറയുന്നത്? സോഷ്യൽ മീഡിയ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ എന്ത് പറഞ്ഞാലും നിങ്ങളെയൊക്കെ ഇതുപോലുള്ള നാറിത്തരങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള ഞങ്ങളെ പോലത്തുള്ള ആളുകൾ വേണം. ഉണ്ടെങ്കിലേ നിങ്ങളെ ഇതുപോലെ ഉടായ്പകൾ പൊളിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? വി ഡി സതീശൻ എടുത്ത കളമാണ് പറയുന്നത്. വി ഡി സതീശൻ പറയുന്നത് ചങ്ക് പൊട്ടിയാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. നിങ്ങൾ ചങ്ക് പൊട്ടി ആർക്ക് വേണ്ടിയിട്ടാണ് തീരുമാനം എടുത്തതെന്നല്ല ഞങ്ങൾ കണ്ടയാണ്. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കേസാണ്. ഞാനത് വെക്കുന്നില്ല. ഒരുപാട് വീഡിയോസിനകത്ത് വി ഡി സതീശൻ പറഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മടുത്ത് വെച്ച് കാരണം ഇങ്ങനെ നുണ പറച്ചിൽ കാരണമാണ് ഞാൻ പലയിടത്തും വെക്കുന്നത്. പക്ഷേ ഇനി ഞാൻ വെക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോയി ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ അവിടെ എവിടെയെങ്കിലും കാണും. റിനി ആൻഡ് സതീശൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. വി ഡി സതീശൻ എന്താണ്, എൻ്റെ മോളെപ്പോലിരിക്കുന്ന എൻ്റെ മോളാണ് റിനി. ആ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണെന്ന് ഞാൻ നോക്കത്തില്ല. ഈ പ്രസ്ഥാനത്തിൽ ഏതവനാണെങ്കിലും അവനിക്കെതിരെ നടപടിയെടുക്കും. നിങ്ങൾ കണ്ടില്ല, 24 മണിക്കൂറിനകം ഞാൻ നടപടിയെടുത്തില്ല എന്നാണ് അന്നൊരു ഡയലോഗാണ് അന്ന് വി ഡി സതീശൻ അടിച്ചത്. അന്നെന്താ നിങ്ങൾക്ക് എന്താ ചങ്ക് പൊട്ടിയില്ലേ? അന്ന് നിങ്ങളിതൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പം നിങ്ങൾ ചങ്ക് പൊട്ടുന്നതെന്ന് പറയാൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുമുണ്ട്, ഒരുപാട് അമ്മമാരുമുണ്ട്, ഒരുപാട് കുട്ടികളുമുണ്ട്, ഒരുപാട് യൂത്തുമുണ്ട്. അവരെയൊക്കെ വോട്ട് പിടിക്കാനെ കൊണ്ടുള്ള കളിയാണ് മോനെ സതീശ നിങ്ങളീ കളിക്കുന്നത്. അരിയാരം കഴിക്കുന്ന ഞങ്ങളെപ്പോലത്തുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ. നിങ്ങളെ വെളുപ്പിക്കുന്ന കുറേ ടീംസുകളുണ്ടല്ലോ, അവരുടെ അടുത്ത് നിന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ അടുത്തൊന്നും വേണ്ട. നമ്മളൊക്കെ അരിയാരം കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതാണ് അത്രയും നാളും ഇല്ലാത്ത ചങ്ക് പൊട്ടൽ നിങ്ങൾക്ക് ഇപ്പോൾ എവിടുന്ന് വന്ന്. നിങ്ങൾ റിനിക്ക് വേണ്ടിയിട്ട് പല മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ബൈറ്റ്സിനകത്ത് നമ്മൾ കണ്ടതാണ് റിനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് അല്ലേ? ഓക്കെ, ബാക്കിയും കൂടെ കണ്ടുനോക്കാം. ഈ തീരുമാനമെടുത്ത ചങ്ക് പൊട്ടിയെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിനെ ആക്ഷേപിക്കുകയായിരുന്നു കംപ്ലീറ്റ് കുറേ ആളുകൾ വന്നു. കുറേ ആളുകൾ ആരാണെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ തീരുമാനിച്ചത് സോഷ്യൽ മീഡിയ വന്ന് അറ്റാക്ക് ചെയ്താലൊന്നും നമ്മുടെ തീരുമാനം ഡൈലൂട്ട് ചെയ്യാൻ പാടില്ല. പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തു. പക്ഷേ ഈ പ്രധാനമന്ത്രി ആക്ഷേപിച്ചാണ് എനിക്ക് ചിരി വന്നത്. കാരണം ആ ഗുസ്തിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു MP, അദ്ദേഹത്തിൻ്റെ BJP പാർലമെൻ്ററി പാർട്ടിയിലെ MP, പേര് ഞാൻ പറഞ്ഞു, ബ്രിജ് ഭൂഷൺ എന്ന് പറഞ്ഞാൽ ആ MPക്കെതിരായി എത്ര സ്ത്രീകളാണ് ആക്ഷേപം ഉന്നയിച്ചത്. ഈ നരേന്ദ്രമോദി നാണമില്ലാതെ വന്ന് തൃശ്ശൂരിൽ വന്ന് ഈ പാലക്കാടത്തെ MLA കാര്യം പറയുന്ന ആൾ എന്തെങ്കിലും നടപടി എടുത്തോ? ഞാൻ സീരിയസ് ആയിട്ട് കഴിക്കാം. അപ്പം ഇവർക്കൊക്കെ പറയാൻ എന്താണ്? വന്നങ്ങ് പറയാൻ ഒരു വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ടും. ആരുടെ നേരെ ചൂണ്ടുന്നത്? ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോൾ നടപടിയെടുത്ത ഞങ്ങളുടെ പാർട്ടിക്ക് നേരെ ചൂണ്ടുമ്പോൾ നടപടിയെടുക്കാത്ത ഈ മനുഷ്യൻ്റെ നെഞ്ചിലേക്ക് 4 വിരൽ നേരെ ചൂണ്ടുവാണ്. എന്താ പറയുക, അദ്ദേഹത്തിന് ഒരു ധാർമ്മികമായ ഒരു അവകാശമില്ല നരേന്ദ്രമോദിക്ക്. ബ്രിജ് ഭൂഷൺ എന്നാണ് ഒറ്റ വാക്കിൽ മറുപടി. നരേന്ദ്രമോദിക്കുള്ള മറുപടി ബ്രിജ് ഭൂഷൺ എന്നാണ്. വാസ്തവത്തിൽ ഈ പാലക്കാടൊക്കെ താങ്കളുടെ വാത്സല്യം ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ജയിപ്പിക്കാനും ഒരു യൂത്തിനെ പൊക്കിക്കൊണ്ടുവരുന്ന രീതിയിൽ. പക്ഷേ ഈ കേസൊക്കെ ഒരു വേദനാജനകമായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആൾ രാഹുൽ മാങ്കൂട്ടൊക്കെ കഴിവുള്ള നട്ടലുള്ള ആളുകളാണ്, നട്ടലുള്ള നേതാക്കളാണ്. ഇവരൊക്കെ കയറി വരുമെന്നൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ അറിയാം. ഇവർ പറയുന്നുണ്ടോ നല്ല പൊട്ടൻഷ്യലുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് വിടുന്നത്. എവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? നിങ്ങളെ ആരെയും സപ്പോർട്ട് കൊണ്ടിട്ടല്ല ഇവരാരും കയറി വന്നിട്ടുള്ള. അവരൊക്കെ കഴിവുകൊണ്ടിട്ടാണ് കയറി വരുന്നത്. നിങ്ങളൊക്കെ ഇതുപോലുള്ള കഴിവുള്ള ആളുകളെ നിങ്ങളൊക്കെ തറ പറ്റിക്കാനാണ് നോക്കുന്നത്. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് എടുത്ത് വെളിയിൽ കളയാനാണ് നോക്കുന്നത്. നിങ്ങൾക്ക് മൂക്കിലും വായിലും പല്ല് കിളിക്കുന്നത് വരെ നിങ്ങൾക്ക് ഇവിടെ കടിച്ചു തൂങ്ങിക്കിടക്കണം. ഒരു 90-100 വയസ്സ് വരെ ഇതിനകത്ത് നിങ്ങൾക്ക് കടിച്ചു തൂങ്ങിക്കിടക്കണം. അതാണ് നിങ്ങളെ കാച്ചേണ്ടത്. അപ്പം ഇതുപോലെയുള്ള കഴിവുള്ള ആളുകൾ കയറി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നോ പേടി. നിങ്ങളെ കസേരയ്ക്ക് അത് ഭീഷണിയാണ് എന്നുള്ളൊരു പേടി കൊണ്ടിട്ടാണ് ഇവരെയൊക്കെ മുളയിലേ നിങ്ങളൊക്കെ ശ്രമിക്കുന്നത്, നിങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു
ഒരു രാഷ്ട്രീയ ഒരു വളർന്നു വരുന്ന ഒരു യുവ നേതാവിൻ്റെ ഫ്യൂച്ചറാണ്, രാഷ്ട്രീയ ഫ്യൂച്ചറാണ് നിങ്ങളൊക്കെ നശിപ്പിച്ചു കളഞ്ഞത്. ഈ പ്രസ്ഥാനത്തിലുള്ള ഭരണപക്ഷത്തെക്കാളും പ്രതിപക്ഷമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കളി കളിച്ചിട്ടുള്ളത്. ഇപ്പം തന്നെ വി ഡി സതീശൻ എന്താണ് പറയുന്നത്? വി ഡി സതീശൻ പറയുന്നത് പലതും പലയിടത്തും പലതാണ് പറയുന്നത്. ആദ്യം ഇവിടെ പറയുന്നത് നോക്കി, വേറൊരിടത്ത് പറയുന്നത് വേറൊരു രീതിയിൽ. വി ഡി സതീശൻ എന്താണ് പറയുന്നത്? ഞങ്ങളെടുത്ത തീരുമാനമാണ്. പിന്നെ പറയുന്നത് ഞാൻ എടുത്ത തീരുമാനം. സത്യം പറഞ്ഞാൽ ഇതാരാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്? പിന്നെ പറയുന്നത് ഈ പ്രസ്ഥാനമാണ് തീരുമാനം എടുക്കുന്നതെന്ന് പറയും. അപ്പം അതിൽ തന്നെ ഇവർക്ക് ഉറപ്പില്ല, അതിൽ തന്നെ മനസ്സിലാക്കാം ഇത് കള്ളമാണെന്ന്. വേറെ ചിലപ്പോൾ നാളെ പറയും ഇത് പ്രസ്ഥാനം തീരുമാനം എടുത്താൽ രാഹുലിനെ പുറത്താക്കാമെന്ന്. പിന്നെ പറയുന്നത് ഞങ്ങളെല്ലാവരും കൂടെ കൂടി കാഴ്ച നടത്തി ഇത് തീരുമാനിച്ച പരിപാടിയാണെന്ന്. പിന്നെ പറയുന്നത് ഞാൻ ചങ്ക് പൊട്ടി എടുത്ത തീരുമാനമാണെന്ന് പറയും. അതാ പറയുന്നത് മൊത്തം പച്ചക്കള. ഇതിലൂടെ മനസ്സിലാക്കാം രാഹുലിനെ പുറത്താക്കാൻ വി ഡി സതീശൻ കളിച്ച കളിയാണെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി ബാക്കിയും കൂടെ കേട്ടു നോക്കും. പിന്നെ ഇതിനകത്ത് തന്നെ മോദിയുടെ കാര്യം പറഞ്ഞാൽ അത് ഓക്കെ, അത് അംഗീകരിക്കുന്നുണ്ട്. ആദ്യം സ്വന്തം കാലിലെ മന്ത് നോക്കിയിട്ട് വേണം മറ്റുള്ള അവൻ്റെ കാലിലെ മന്ത് പരിശോധിക്കാൻ പോകുന്നൊരു ചെല്ലുണ്ട്. മോദിയുടെ പാർട്ടിയിലിരിക്കുന്ന ആളുകൾ എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി അവിടെ വന്നിരുന്നത്, പാലക്കാട് വന്നിരുന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വ്യക്തിയെ അതും ഒരു പ്രധാനമന്ത്രിയാണ്, അത് വി ഡി സതീശൻ പറഞ്ഞത് അത് യോജിക്കുന്നത്. പക്ഷേ അവിടെയും വി ഡി സതീശൻ നട്ടലില്ല. വി ഡി സതീശന് മാത്രമല്ല ഈ പ്രസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് നട്ടലില്ല. ഈ ഒരു വിഷയത്തിൽ, മോദിയുടെ വിഷയത്തിൽ പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടം മാത്രമേ, പിന്നെ രാഹുലിൻ്റെ വിഷയമാണല്ലോ, രാഹുൽ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ രാഹുൽ പ്രതികരിച്ചത് രാഹുലിൻ്റെ വിഷയം മാത്രം എടുത്തിട്ടല്ല പ്രതികരിച്ചത്. മോദിയുടെ പ്രസ്ഥാനത്തിരിക്കുന്ന ആളുകൾ കാണിച്ചു കൂട്ടിയ തെണ്ടിത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ്. എത്ര ആളുകൾ അത് ചൂണ്ടിക്കാണി. വി ഡി സതീശനൊക്കെ എവിടെ പോയിരിക്കുകയാണ്? ഇതെല്ലാം കഴിഞ്ഞിട്ട് അടിയന്തരവും 40 മറ്റേതും മറിച്ചതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്നിരുന്നിട്ട് ഏതെങ്കിലും ഒരു വാർത്താ ചാനലിന് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നട്ടല് വേണം. അതുകൊണ്ടാണല്ലോ കെ സുധാകരനെ കണ്ടില്ലേ, കെ സുധാകരനെ പുറത്താക്കാൻ വി ഡി സതീശനാണ് മുന്നിൽ നിന്നത്. അവസാനം കെ സുധാകരൻ റിപ്പോർട്ടറിന് കൊടുത്ത മറുപടി എന്താണ്? അടുത്ത മുഖ്യമന്ത്രി ആരാവണം എന്ന് കെ സുധാകരനോട് ചോദിച്ചപ്പോഴത്തേക്ക് കെ സുധാകരൻ എന്താണ് പറഞ്ഞത്? രമേശ് ചെന്നിത്തല ആവണമെന്നാണ് കെ സുധാകരൻ പറയുന്നത്. ഒരിക്കലും കെ സുധാകരൻ അങ്ങനെ പറയത്തില്ല. പക്ഷേ വി ഡി സതീശനെതിരെ വെച്ചൊരു കൊടുത്തൊരു കൊട്ടാണ് അത്. കാരണം എന്താ പറയുക, രമേശ് ചെന്നിത്തലയ്ക്ക് വാ തുറന്ന് വല്ലതും പറയാത്ത, നട്ടലിനാണോ വാഴപ്പിണ്ടിയാണോ എന്നറിയാത്ത ഈ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയായുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരാളെ കെ സുധാകരൻ സജസ്റ്റ് ചെയ്യൂ? ഒരിക്കലുമില്ല. കെ സുധാകരനൊക്കെ ഈ രമേശ് ചെന്നിത്തലയെക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള ആളുകൾ പിന്നെയും കിടക്കുവാണ് അല്ലേ. അപ്പോൾ കെ സുധാകരൻ നൈസായിട്ടൊരു പണി കൊടുത്തതാണ് രമേശിന് ഇത് ഒന്ന് കലക്കാനെ കൊണ്ട്. അത് കെ സുധാകരൻ നല്ല രീതിയിൽ പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം കെ സുധാകരനിട്ട് നല്ലൊരു കൊട്ടാണ് ഇവരെല്ലാം കൂടെ ചെയ്ത് കൊടുത്തത്. കാരണം കെ സുധാകരൻ അല്ലെങ്കിൽ സീനിയറാണ്, മുഖ്യമന്ത്രി പോസ്റ്റിലേക്ക് കെ സുധാകരനെ പരിഗണിക്കും, കെ സുധാകരൻ മുഖ്യമന്ത്രിയാവും എന്നൊക്കെ നല്ല ബോധ്യമുള്ളതുകൊണ്ട് കെ സുധാകരനെ ഒതുക്കുക. അതാണ് പറയുന്നത്. ആര് മേലോട്ട് കയറി വരും എന്ന് ഇവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെയൊക്കെ മുളയിലേക്ക് പുഴുതങ്ങ് കളയുമാണ് ഇവരുടെ ജോലി. അപ്പോൾ ബാക്കിയും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കെ. ഈ പാലക്കാടൊക്കെ താങ്കളുടെ വാത്സല്യം ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ ജയിപ്പിക്കാനും ഒരു യൂത്തിനെ പൊക്കിക്കൊണ്ടുവരുന്ന രീതിയിൽ. പക്ഷേ ഈ കേസൊക്കെ ഒരു വേദനാജനകമായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ചങ്കുപൊട്ടിൻ്റെ തീരുമാനം എടുത്തെന്ന് പറയുന്നത് വിഷമം ഉണ്ടാവും നമുക്ക്. പക്ഷെ അത് ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. അതെന്താണ്, അത് അങ്ങനെ തീരുമാനം എടുത്തു, ഒറ്റപ്പെട്ട സംഭവം. അതിനകത്ത് എല്ലാവരും അങ്ങനെയാണെന്നല്ലല്ലോ. വേറെ ഒരുപാട് ആളുണ്ടല്ലോ, ഇതിൻ്റെ കൂടെ ഒരുപാട് ആളുണ്ടല്ലോ, ഒരാളല്ലല്ലോ. ആളുണ്ടായിരുന്നു, ഫ്രണ്ടിലുണ്ടായിരുന്നു, അത്രയേ ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. ഞാനത് എത്രയും വിഷമം അനുഭവിച്ച ജീവിതത്തിൽ തന്നെ, രാഷ്ട്രീയ ജീവിതത്തിൽ അത്രയും വിഷമം അനുഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുന്നൊരു പാളിച്ച സംഭവിക്കുന്നത് അതല്ലല്ലോ, നമുക്ക് അതൊന്നും നോക്കിയിട്ടല്ലല്ലോ. നമ്മൾ അവരുടെ പൊട്ടൻഷ്യലായിട്ട് നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചു. ഇപ്പോൾ ഒരാൾ സിഗരറ്റ് വലിക്കുവോ, കള്ളു കുടിക്കുവോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇമ്മോറൽ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നൊന്നും നമുക്കങ്ങനെ ആരെ പറ്റിയും അവരുടെ ജാതകമൊന്നും അന്വേഷിച്ച് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ നോക്കുന്നത് അവർ മിടുക്കരാണോ, അവർ കഴിവുള്ളവരാണോ, നല്ല പൊട്ടൻഷ്യൽ ഉള്ളവരാണോ, നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നവരാണോ, നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നവരാണോ എന്നല്ലേ നോക്കുള്ളൂ. അതൊക്കെ നമുക്ക് പറയണ്ട, അതങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എത്ര എന്താല്ലേ, എന്ത് ഒറ്റപ്പെട്ട സംഭവമാണ് സതീശ, എന്ത് ഒറ്റപ്പെട്ട സംഭവം എന്നാണ് പറയുന്നത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ പി കെ ശശിക്ക് എന്തിന് നിങ്ങൾ സീറ്റ് കൊടുത്തു? എന്തിന് നിങ്ങൾ മത്സരിക്കാൻ പി കെ ശശിക്ക് സീറ്റ് കൊടുത്തു? അത് നിങ്ങൾ ആദ്യം പറ. അപ്പം പി കെ ശശിയെ മത്സരിപ്പിക്കാമെങ്കിൽ രാഹുലിന് സീറ്റ് കൊടുക്കാമായിരുന്നു, രാഹുലിനെ മത്സരിപ്പിക്കാമായിരുന്നു. പിന്നെ ചങ്ക് പൊട്ടിയ ഇത് ഇങ്ങനൊരു തീരുമാനമെടുത്തതിന് എപ്പോഴും പറയേണ്ട കാര്യമില്ല. കാരണം ജനങ്ങൾക്ക് പരിഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത്രയും ചങ്ക് പൊട്ടി ഭയങ്കര വിഷമമുണ്ടെന്ന് പറയുന്നല്ലോ. പിന്നെ എന്തുകൊണ്ട് കോടതി പോലും രാഹുൽ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എടുത്തില്ല?
ഒന്നും വേണ്ട, നിങ്ങൾ സീറ്റ് കൊടുക്കണ്ട, ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെടുക്കുക. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് ആ കോടതി വിധി വരുന്നത് വരെ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഓക്കെ, അത് ന്യായം. പക്ഷേ കോടതി വിധി വന്നതിന് ശേഷവും രാഹുൽ കുറ്റക്കാരനല്ല, സുപ്രീം കോടതി എന്നുള്ള വിധി ഈ വക പരിപാടികൾ ചെയ്യുന്ന പരസ്പര സമ്മതത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിൽ ആരും തെറ്റുകാരല്ല എന്ന് കോടതി വരെ പറഞ്ഞിട്ട് പോലും പിന്നെ എന്തിന് നിങ്ങൾ തിരിച്ചെടുത്തില്ല? എന്തുകൊണ്ട് തിരിച്ചെടുത്തില്ല? ഇത്രയും വിഷമമുള്ള ആളല്ലേ, എന്തിനാ സതീശൻ നിങ്ങളിങ്ങനെ കള്ളം പറയുന്നത്? നിങ്ങൾക്ക് നാണമുണ്ടോ, ഉളുപ്പുണ്ടോ സതീശൻ ഇങ്ങനെ വന്നിരുന്ന കള്ളം പറയാൻ? നല്ലൊരു കോൺഗ്രസിൻ്റെ നല്ലൊരു നട്ടലുള്ളൊരു നേതാവ്, നിങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു സാധനം ആ വ്യക്തിക്കുണ്ടായിരുന്നു. ആ വ്യക്തിയാണ് നിങ്ങൾ പുറത്താക്കിയത്. അതിനൊക്കെ നിങ്ങളുണ്ടല്ലോ, നിങ്ങളൊക്കെ പഠിക്കും, നിങ്ങൾ നോക്കിക്കോ, നിങ്ങളൊക്കെ പഠിക്കും. ബാക്കി ഉള്ള ആളുകൾക്കെല്ലാം വാഴപ്പിണ്ടിയാണ്, വാ തുറന്നൊന്നും സംസാരിക്കാൻ പോലും അറിയാത്ത ആളുകളാണ്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ളതുപോലെ ആദ്യം പറഞ്ഞല്ലോ, എന്തോ എനിക്ക് ചങ്ക് പൊട്ടിയാണ് ഞാൻ തീരുമാനമെടുത്തതെന്നൊക്കെ വി ഡി സതീശൻ പറയുന്നല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അത്രയും വിഷമമുള്ള ആളാണെങ്കിൽ ഒരവസരം വന്നതാണ്. ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിലൊരു അവസരം വന്നതാണ്. ഗണേഷ് കുമാറിൻ്റെ വിഷയം വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു നടപടി ഭരണപക്ഷം എടുത്തോ? ഇല്ല. ഗണേഷ് കുമാറിനെ പുറത്താക്കിയോ? ഇല്ല. കുറേ ആളുകൾ ശ്രമിച്ചാണല്ലോ ഗണേഷ് കുമാറിനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ പ്രതിപക്ഷത്തിരുന്ന് കുരച്ചാന്നല്ലോ, എന്നിട്ട് വല്ലതും നടന്നോ? ഇല്ല. അപ്പോഴും നിങ്ങൾക്ക് അവസരം കിട്ടിയാണ് രാഹുലിനെ തിരിച്ചെടുക്കാനെ കൊണ്ട്, നിങ്ങൾ അവിടെയും ചെയ്തില്ല. അപ്പോൾ നല്ലൊരു അവസരമാണ്. കാരണം നിങ്ങൾക്ക് പറയാറുണ്ട് ഗണേഷ് കുമാറിനെ നിങ്ങൾ പുറത്താക്കിയില്ല, ഗണേഷ് കുമാറിനെ നിങ്ങൾ വീണ്ടും മത്സരിപ്പിക്കാനെ കൊണ്ട് വീണ്ടും സീറ്റ് കൊടുത്തു. അപ്പം രാഹുൽ എന്നൊരു വ്യക്തിയെ ഞങ്ങൾ തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാനൊക്കെ നിങ്ങൾക്കൊരു അവസരം കിട്ടിയിട്ട് പോലും നിങ്ങളത് പ്രയോഗിച്ചില്ല. അപ്പം നിങ്ങളെ അജണ്ടയാണ് രാഹുൽ എന്നൊരു വ്യക്തി ഈ ഒരു പ്രസ്ഥാനത്തിൽ വേണ്ട എന്നുള്ള അജണ്ട. കാരണം നിങ്ങളെക്കാളും കൂടുതൽ ജനപിന്തുണ രാഹുലിന് കിട്ടിയോണ്ടാണ് ഇവർക്കൊക്കെ ഇത്രയും അസൂയ മൂത്ത് കുരു പൊട്ടിയത് രമേശ് ചെന്നിത്തല. പിന്നെ നിങ്ങൾക്കൊന്നും കുഴപ്പമില്ലെങ്കിൽ, നിങ്ങളൊക്കെ രാഹുലിൻ്റെ വിഷയത്തിൽ ഇത്രയും ഖേദിക്കുന്നുണ്ടെങ്കിൽ, കെ സുധാകരൻ നട്ടൽ നിവർത്തി പറഞ്ഞ കാര്യമാണ്, രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയുടെ രാഷ്ട്രീയത്തെ നശിപ്പിക്കാൻ ആര് വിചാരിച്ചാലും നടക്കത്തില്ല. പക്ഷെ നിങ്ങളാരും എവിടെയും മിണ്ടുന്നതെന്ന് നമ്മൾ കണ്ടില്ല. രാഹുലിൻ്റെ വിഷയത്തിൽ എവിടെയും പ്രതികരിക്കുന്നതും രാഹുൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെയൊക്കെ കള്ളം പൊളിച്ചടുക്കി സതീശ രാഹുൽ 24 കൊടുത്ത എക്സ്ക്ലൂസീവിൽ നിങ്ങളെ ഈ പറയുന്ന പച്ചക്കള്ളം പൊളിച്ചടിക്കേണ്ട ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എന്നെ ഈ പ്രസ്ഥാനം കേട്ടില്ല എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ രാഹുൽ പറഞ്ഞ ആ വാക്ക്. അതിലെല്ലാം ഉണ്ട് സതീശ. പിന്നെ ഇവിടെ വന്നിരുന്ന് നാണമില്ലേ, ഉളുപ്പില്ലേ, ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരും പറഞ്ഞിട്ട് വോട്ട് പിടിക്കാനെ കൊണ്ട്, സിമ്പതി കാണിച്ച് വോട്ട് പിടിക്കാനെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അരിയാഹാരമാണ് തിന്നുന്നത് സതീശ. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേരെ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചേരെ.